വയനാട് കേണിച്ചിറയിൽ പിടിയിലായ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ. കാട്ടിലേക്ക് തുറന്നുവിടാൻ കഴിയാത്ത സാഹചര്യമെന്ന് വനം വകുപ്പ് വിലയിരുത്തൽ. കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാൻ സാധ്യത. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എന്താണ് ഈ കടുവയുടെ ആരോഗ്യനിലയെപ്പറ്റി വനം വകുപ്പ് അധികൃതർ പറയുന്നത്? എന്താണ് വിശദാംശങ്ങൾ? വേണു, തോൽപ്പെട്ടി 17 എന്ന കടുവയാണ് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ കേണിച്ചിറ മേഖലയിൽ ഉണ്ടാക്കിയ കടുവയാണ്. 4 പശുക്കളെയാണ് കടുവ കൊന്നത്. സ്വാഭാവികമായും ഇന്നലെ അത് മയക്കുവെടി വെക്കാൻ വേണ്ടി ഉത്തരവിറങ്ങുകയും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുകയും ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രി കടുവ ആദ്യം ഈ 2 പശുക്കളെ കൊന്ന ബെന്നി എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് എത്തി, വീട്ടിലെ തൊഴുത്തിലെത്തി. ഇതിനുശേഷം താഴെ സാബു എന്ന ആളുടെ വീട്ടിലും സമാനമായ രീതിയിൽ തന്നെ അവിടുത്തെ പശുവിനെയും പിടിച്ചിരുന്നു. സാബുവിന്റെ വീട്ടിൽ കൂട് വെച്ചിരുന്നു. ആ കൂട്ടിലാണ് കടുവ ഇന്നലെ വൈകിട്ട് 11 മണിയോടുകൂടി കുടുങ്ങിയത്. കടുവയ്ക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് വനംവകുപ്പിൽ നിന്ന് ലഭ്യമാവുന്നത്. താഴത്തെ നിലയിൽ 2 പല്ലുകളില്ല. അത് തന്നെയാണ് ഇര തേടാനുള്ള പ്രശ്നവും എന്നുള്ളത് തന്നെയാണ്. അവശ നിലയിലാണ് കടുവ എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇതിനെ ഒരിക്കലും കാട്ടിൽ തുറന്നുവിടാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് വാർഡന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവനുസരിച്ച് ഇതിനെ മറ്റെവിടെയെങ്കിലും കാട്ടിൽ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് കാട്ടിൽ തുറന്നുവിടണമെന്നുള്ള ആവശ്യമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിനെ കാട്ടിലേക്ക് വിടാനുള്ള സാഹചര്യമല്ല. ഇര തേടാനുള്ള ഒരു കരുത്ത് അതിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാട്ടിലേക്ക് വിടൽ പ്രായോഗികമല്ല എന്നുള്ളതാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോസ്പേസ് സെന്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ കുപ്പാടിയിലാണ് ഹോസ്പേസ് സെന്റർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവിടേക്ക് മാറ്റാൻ കഴിയുകയില്ല. കാരണം അവിടെ പരമാവധി കടുവകൾ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു കടുവയെ കൂടി സംരക്ഷിക്കാൻ ഉള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മൃഗശാലയിലേക്ക് മാറ്റുക എന്നുള്ള ഓപ്ഷനിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. അത് ട്രീറ്റ്മെന്റ് നൽകിയ ശേഷം എത്തിക്കണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ തന്നെ ഉത്തരവിറങ്ങണം. അതിനായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. എന്തായാലും അത്തരം നടപടിയിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.